വെറുതെ അല്ല ഭാര്യയുടെ ആ ഒരു റിയാലിറ്റി ഷോയിൽ നിങ്ങൾ പങ്കെടുത്തു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, ഒരുപാട് പെർഫോമൻസുകൾ ഒരുമിച്ച് ചെയ്തു. ആൻഡ് നിങ്ങൾ ചെറുപ്പം മുതലേ ഈ പാട്ട്, ഡാൻസ് അങ്ങനെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നോ? ഞാൻ സ്കൂളിൽ മോണോ ആക്ട് അങ്ങനത്തെ പരിപാടികൾ പാടുമായിരുന്നു. ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പാടും. നമ്മൾ അന്നും ഇന്നും എന്ത് പറഞ്ഞാലും ചെയ്യാൻ റെഡിയാണ്. അടിപൊളി. അതാണ് വേണ്ടത്, അല്ലേ? നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യാ എന്നുള്ളൊരു കാര്യമാണ് അവിടെ. ഷൈ ആയിട്ട് മാറിയിരിക്കണ പരിപാടിയൊന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും പറ്റണമല്ല ചെയ്യും. അതെ, ശരി. അപ്പൊ എന്തായാലും ഒരു പാട്ട് നമുക്ക് കേൾക്കണ്ടേ? Passing by my way today, she made a special sign. Seeing all her lovely grace, the sun for me did shine. Whispering, she's here, she's so very dear. How can I describe what it is when she is near? I'm dizzy, uneasy, she just passed away. Feeling funny, oh honey, don't let me down today. Tell me how far she is, she's what my heart believes. I got to meet her now, one chance I want somehow. Help me live a day, just help me live today. Help me live a day, just help me live today. All the colors on your face says that love is here. Someone who had gone away is so very dear. All the colors on your face says that love is here. Someone who had gone away is so very dear. Whispering, she's here, she's so very dear. How can I describe what it is when she is near? I'm dizzy, uneasy, she just passed away. Feeling funny, oh honey, don't let me down today. Tell me how far she is, she's what my heart believes. I got to meet her now, one chance I want somehow. Help me live a day, just help me live today. Help me live a day, just help me live today. അയ്യോ, ഇത് ഗംഭീരം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു പാട്ട് പാടുന്നത്. അപ്പൊ ഇനി നിങ്ങളുടെ, അതായത് നിങ്ങൾ രണ്ടുപേരും ആ റിയാലിറ്റി ഷോയിലൂടെ ഒരുപാട് ഫെയിമിലേക്ക് എത്തി. പിന്നെ നിങ്ങളിപ്പോ സിനിമ രംഗത്തും കൂടി സജീവമായിട്ടിരിക്കുകയാണ്. ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഓരോരോ സിനിമകളിൽ പാറിപ്പറന്ന് നടക്കാണ്. നിങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ അഭിനയിച്ചില്ല? പുള്ളിക്കാരൻ സ്റ്റാറാ. അതെ, മമ്മൂക്കയുടെ കൂടെ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പുള്ളിക്കാരൻ സ്റ്റാറാൽ ഇതുപോലെ ഞങ്ങൾ 2 അധ്യാപകര്. മമ്മൂക്ക ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂക്കയുടെ കൂടെ കുറെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് സപ്പോർട്ടുമായിരുന്നു മമ്മൂക്ക. നിങ്ങൾ ലൈഫിൽ വിചാരിക്കാത്ത കുറെ കാര്യങ്ങളിൽ ഒരു കാര്യം അതുമായിരിക്കും. ഈ കൊറോണ സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരുണ്ട്, ചിലർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചവരുണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യം കുറച്ച് അധികം കഷ്ടമായിരുന്നു. ഞാൻ ഒരു ഓൺലൈൻ ഇതിൽ കണ്ടു. ഭയങ്കര കഷ്ടമായിരുന്നു ആ ഒരു വിഷമഘട്ടം. അല്ല, ഭയങ്കര കഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തില് നമ്മുടെ വളരെ സന്തോഷമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്ന പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ 4 പേര്, അതായത് പ്രോമിയും ഞാനും ഞങ്ങളുടെ 2 മക്കളും, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്. ഈ 4 പേരും 4 സ്ഥലത്താവുന്ന ഒരവസ്ഥയായിരുന്നു ഈ കൊറോണ സമയത്ത്. പ്രോമിക്ക് ആണ് കൊറോണ വന്ന് ഫസ്റ്റ് തുടങ്ങിയത്. ഞങ്ങൾ 2 പേരും ന്യൂമോണിയ ബാധിച്ച് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പൊ ന്യൂമോണിയ വന്നിട്ടാണ് അതിന്റെ കൂടെ കൊറോണ വന്നു. കോവിഡ് വന്ന് അത് കോവിഡ് ന്യൂമോണിയ ആയിട്ട് മാറും. അത് ഇച്ചിരി സീരിയസ് ആയി പോയി. എനിക്കാണ് കൂടുതലും സീരിയസ് ആയത്. പ്രോമി 45 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, ഐസിയുല്. അതിനകത്ത് 27 ഡേയ്സ് ഞാൻ ഐസിയുലായിരുന്നു. ഞാൻ ഒരു 20 ദിവസം കിടന്നു വിത്ത് ഓക്സിജൻ. അപ്പോൾ എൻ്റെ നമുക്ക് ആ സമയത്ത് നമുക്ക് വേറെ ഒന്നും മുമ്പിലില്ല. കാരണം ഞാനൊരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പ്രോമി കുറച്ച് സിവിയർ ആയ കാരണം പ്രോമിനെ വേറെ ഹോസ്പിറ്റലിലേക്ക്, ICU സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രോമിനെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റില്ല. കാരണം ആ സമയത്ത് അത്ര ഹോസ്പിറ്റലുകളിൽ നമുക്ക് ബെഡ് പോലും അവൈലബിൾ ആയിരുന്നില്ല. ആ സിറ്റുവേഷൻ ആയിരുന്നു സെക്കൻഡ് വേവിൻ്റെ സമയത്ത്. കറക്റ്റ് 1 വർഷം ആകുന്നു. ആ സമയത്ത് ഒരു മോന് കൊറോണ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ താഴത്തെ നിലയിൽ കൊറോണയുള്ള ആള്, ഒരു മോൻ ഉണ്ടായിരുന്നില്ല, ആ മുകളിലത്തെ നിലയിലായിരുന്നു. അപ്പൊ 4 പേരും 4 സ്ഥലത്ത് പരസ്പരം കാണാനോ എന്താണ് അവസ്ഥകൾ എന്ന് അറിയാനും പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ. എൻ്റെ അവസ്ഥ എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ICUലാണ്. നമ്മൾക്ക് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ബെഡിൽ നമ്മൾ കിടക്കുമ്പോൾ 1 ദിവസമല്ല 2 ദിവസമല്ല, ഒരാഴ്ചയല്ല 2 ആഴ്ചയല്ല, ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി ഡയറക്റ്റായിട്ടൊന്ന് ശ്വസിക്കാൻ പറ്റണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. കാര്യം എത്ര ദിവസമാണ് ആ കിടന്നത്. കിടന്നു കഴിഞ്ഞ് ഞാൻ തിരിച്ചെനിക്കുമ്പോൾ എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ മേത്ത് ഈ എല്ല് മാത്രമേ ഉണ്ടായിരുന്നു, എൻ്റെ മസിൽസൊക്കെ പോയി. എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ലായിരുന്നു.
ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്താണ് പിന്നെ നടന്ന് ഡോക്ടേഴ്സ് എന്താ, അതായത് ഭയങ്കര സീരിയസ് ഒരു ക്രിട്ടിക്കൽ ഭയങ്കര സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂമോണിയ ബാധിച്ച് നമ്മുടെ ലങ്സ് പൂർണ്ണമായിട്ടും ഇങ്ങനെ വീക്കാവല്ല, ദ്രവിച്ച് ചീത്തയായി പോവാന്ന് പറയില്ലേ, അതന്നെ ദ്രവിച്ച് പോകും, സിവിയർലി ഡാമേജ്ഡ് ആവാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു ലങ്സിന്റെ. അപ്പോൾ ഒരു ചെറിയ ഒരു ചുമ പോലും പ്രോമിയുടെ ലങ്സിന് താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. ഫുൾ ഓക്സിജൻ സപ്പോർട്ടിലാണ്. പ്രോമിയും ഞാനും ഒരുമിച്ച് പോവോ എന്നുള്ളതായിരുന്നു എൻ്റെ അപ്പോഴത്തെ ഒരു ടെൻഷൻ. 2 മക്കൾ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ, അവർക്കൊന്നും അറിയില്ല, ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ മൂത്ത മോനോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്ത് തുടങ്ങി. അങ്ങനത്തെ സിറ്റുവേഷൻ വരെ ഉണ്ടായി. കാരണം നാളെ ഞങ്ങൾക്ക് 2 പേരും ഞങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളൊരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. അപ്പം ഞാനവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, മക്കൾ 2 പേരും ഒരു സ്ഥലത്ത്, നമുക്ക് എല്ലാവരും ചുറ്റുമുണ്ട്, പക്ഷെ ആരും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ആ സമയത്ത്. കാരണം ഞാൻ ഹെൽപ്ലെസ് ആണ്. ആ ഒരു നമ്മളെ ആകെ ഒന്ന് കാണാൻ വരുന്നത് ഈ നഴ്സുമാരാ, ഇവരുടെ മുഖം മാത്രമാണ് നമ്മൾ കാണുന്നത്, നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും. അപ്പോഴാണ് ശരിക്കും അവർ മാലാഖയാണെന്നായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത്. ആ സമയത്ത് വേറെ ആരും ഇല്ല മിണ്ടാൻ. കിടക്കുമ്പോൾ ഈ മുകളിൽ ഈ ഒരു മുറി 4 ചുമര്, മുകളിലത്തെ ഭിത്തി, ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അത് അതിജീവിക്കാൻ പറ്റി, അതിനെ ഓവർകം ചെയ്തു. ഇതും കടന്നു പോകും. അതെ ഇതും കടന്നു പോകുന്നു പറഞ്ഞ പോലെ വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ, അപ്പൊ എന്തായാലും 2 പേരും കുറച്ച് ഇമോഷണൽ ആയെങ്കിൽ പോലും പുതിയ ഒരു ലൈഫിലേക്ക് നമ്മളിങ്ങനെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി എല്ലാം ഹാപ്പി ആവട്ടെ. ഇതേപോലെ തന്നെ ദൈവം എപ്പോഴും നിങ്ങളെങ്ങനെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ. താങ്ക് യു.